السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായി വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, പ്രസ്തുത വേദിയിൽ ആലപിക്കുന്ന ഓരോ കലാവാസനകൾക്കും വിധി എഴുതാനെത്തിയ നേതൃത്വങ്ങളെ, ഇന്ന് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കടൽ മുഴുവനും മഷിയായാലും വരങ്ങൾ മുഴുവനും കൊലമായാലും വർണ്ണന ശൈലിക്ക് മതി വരാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ റഹ്മത്താണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ വിശേഷിപ്പിച്ച സയ്യിദുൽ കൗനൈൻ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന്റെ സുന്ദര സുദിനത്തിലാണ്. ഖുർആൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില വിഷയങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. നാഥൻ തുണക്കുമാരാകട്ടെ. ആമീൻ. മുസ്ലിംകളുടെ ജീവിതത്തിന് നിയമ സംവിധിയാണ് പരിശുദ്ധമായ ഖുർആൻ. ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, അവന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലയിലുള്ള സർവ്വ വിഷയങ്ങളുടെ വിശദീകരണം പരിശുദ്ധമായ ഖുർആനിലുണ്ട്. സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധമായ ഖുർആനിലുണ്ട്. നാം ഇന്ന് ജീവിക്കുന്ന ആധുനിക യുഗത്ത് ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രത്തിന്റെ പ്രതീക കണ്ടെത്തലുകളെ ആശ്രയിച്ചുകൊണ്ട് പല അത്ഭുത സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എങ്കിലും എല്ലാ ശാസ്ത്രത്തിന്റെയും എല്ലാ കണ്ടെത്തലുകളും ഉദാഹരണമായി ഒരു ആണിനെ പെണ്ണാക്കുക, പെണ്ണിനെ ആണാക്കുക, ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ആധുനിക യുഗം ചർച്ച ചെയ്യുമ്പോൾ അതിനെല്ലാം പരിശുദ്ധമായ ഖുർആൻ സ്പന്ദിക്കുകയാണ്. നാം ഇതര മതസ്ഥരുടെ മതഗ്രന്ഥങ്ങളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിനും അവരുടെ മതഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നതേയില്ല. ഇത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആന്റെ മഹത്വം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കേവലം ഖുർആനിന്റെ ഒരു ഫാത്തിഹയ്ക്ക് ഞാൻ വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ 70,000 ഒട്ടകങ്ങൾ ചുമക്കും ഭാരമുള്ളത്രയും വ്യാഖ്യാനം എഴുതും. മാത്രമല്ല ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, നിങ്ങൾ വിജ്ഞാനത്തിനെയാണോ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പരിശുദ്ധമായ ഖുർആനെ പകർന്നു പഠിക്കുക. ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ ഗ്രന്ഥത്തിൽ കഴിഞ്ഞുപോയ ജനതയുടെയും ഇനി ഖിയാമത്ത് നാൾ വരെ വരാനുള്ള എല്ലാ ജീവജാലങ്ങളുടെയും അത് അല്ലാത്തതിനെയും വിവരിച്ചു തന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് മുഫസ്സിരീങ്ങൾ, ലക്ഷക്കണക്കിന് തഫ്സീറിന്റെ ഗ്രന്ഥം രചിച്ച ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠവന്മാർ അത് ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന് ഇമാം ഖതീബ് തിബ്രിസി അവിടുത്തെ മിസ്കാത്തുൽ മസാബിയിലെ കിതാബുൽ ഫളായിലുൽ ഖുർആൻ എന്ന അധ്യായത്തിൽ ബുഖാരിയുടെ ഹദീസിനെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? 10-15 വർഷം പരിശുദ്ധമായ ഖുർആനെ പഠിച്ച് 20-30 വർഷം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിനെ മനസ്സിലാക്കിയ ആലിമികൾ എന്തെങ്കിലും ഒരു വിധി പറയുമ്പോൾ അതിനെ താറടിക്കാൻ ആധുനികം മുന്നിട്ട് നിൽക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോൾ ആലിമികളെ ഭരിക്കാൻ സാധാരണക്കാർ വരും. ആലിമികളുടെ ദൗത്യം നിർവഹിക്കണം, സാധാരണക്കാർ അവരോട് സഹകരിക്കണം എന്നായിരുന്നു പാരമ്പര്യ പൈതൃകം. ആ പാരമ്പര്യ പൈതൃകം ഇന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്വന്തം മാതാപിതാക്കൾ എന്നില്ലാതെ, സ്വന്തം പെങ്ങൾ എന്നില്ലാതെ ലേരുടെ മസ്തിഷ്കത്തിൽ ഒരുപാട് ജാരസന്തതികൾ പിറവിയെടുക്കുകയാണ്. സ്വന്തം വാപ്പയുടെ സ്വത്തിന്റെ പേരിൽ മക്കൾ ചോരക്കലങ്ങൾ ഉണ്ടാക്കുകയാണ്. നീതിമാനായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന്റെ ഭാര്യ വിധവയാവുകയാണ്. മക്കൾ അനാഥരാവുകയാണ്. ആര് നഷ്ടപ്പെട്ടാൽ എന്താ, എന്ത് നഷ്ടപ്പെട്ടാൽ എന്താ, എനിക്ക് മാത്രം ജീവിക്കണമെന്ന സ്വാർത്ഥമായ താല്പര്യത്തോടു കൂടി ആധുനികം മുന്നോട്ട് നിൽക്കുന്നതിന്റെ കാരണം ഖുർആനുമായുള്ള ബന്ധവും ഹദീസുമായുള്ള ബന്ധവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ മക്കളെ ആത്മീയതയുടെ വഴിയിലേക്ക് നയിക്കണം. ഖുർആനിന്റെ സുന്ദര ആശയങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.